എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നേ. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ബീഫ് ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ കുറച്ച് ദിവസമായി ബിരിയാണി ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിട്ട്, അപ്പോൾ ഇന്നിപ്പോൾ നമുക്ക് സാധനമുണ്ട്, സമയമുണ്ട്. അപ്പോൾ ഇന്ന് ഉണ്ടാക്കിയേക്കാമെന്നങ്ങ് വിചാരിച്ച്. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോരുതേ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ. അപ്പം സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവൻ ഒന്ന് കാണണേ. അപ്പോൾ നമുക്ക് നമ്മളുടെ വീഡിയോയിലേക്ക് പോയാലോ? നമുക്ക് നമ്മളുടെ അടുക്കളയിലേക്ക് പോകാം. ഇതേണ്ട നമ്മൾ 1 കിലോ ബീഫാണ് ഇതേണ്ട കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു 5 വിസിലടിപ്പിച്ച് വേവിച്ചെടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുത്തിരുന്നത് ഒരു 2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും ഉപ്പും പിന്നെ ഒരു കഷ്ണം പട്ടയും 2 ഗ്രാമ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്ന ഒരു 2 സവോളയാണ് നൈസായിട്ട് ഇതേണ്ട ഇതുപോലെ കനം കുറച്ച് അരിഞ്ഞെടുത്തത് വറക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾ ഇതിലേക്ക് എടുത്തിരിക്കുന്നത് ഒരു 15 പച്ചമുളക് എടുത്തിട്ടുണ്ട്, 5-6 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, 2 ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് മിക്സിയുടെ ജാറിലിട്ടൊന്ന് കറക്കിയെടുക്കണം. പിന്നെ വേണ്ട നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു 3 ഇടത്തര സവോളയാണ്, അതും അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിയിലയും അതുപോലെ തന്നെ കുറച്ച് പുതിനയിലയും നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇത്ര അരിഞ്ഞ് വെച്ചെന്നുള്ളതേ ഉള്ളേ. അവരവരുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ട 2 തക്കാളി എടുത്തിട്ടുണ്ട്. ഇത് മൊത്തം എടുക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ആവശ്യത്തിന് ഒരു 1.5 എടുത്താൽ മതിയാവുമായിരിക്കുമേ. അപ്പോഴത്തേന് അതും കൂടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. നമുക്ക് വെളിച്ചെണ്ണയ്ക്കകത്താണ് നമ്മൾ സവോള വറുത്തെടുക്കുന്നത്. അപ്പോൾ സവോള നമുക്ക് 2 ഭാഗമായിട്ട് വറുത്തെടുക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണയ്ക്കകത്താണ് വറുത്തെടുക്കുന്നത്. ഇത് വറുത്ത വെളിച്ചെണ്ണ കൊണ്ട് നമുക്ക് ബാക്കി കറിയും റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇത്രയും വെളിച്ചെണ്ണ ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പം നമുക്കിതൊന്ന് ഫ്രൈ ആക്കി എടുത്തുകൊണ്ട് വരാം. തീ കുറച്ച് വെച്ച് വേണം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാനായത്. ഇപ്പം നമ്മുടെ ഫസ്റ്റ് ഇട്ടത് ഇപ്പം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് കോരി മാറ്റാം. അതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ ഇട്ട് വറുത്തെടുക്കാവേ. അപ്പോൾ അതും കൂടെ ഞാനൊന്ന് ഇട്ട് കൊടുക്കുവാണേ. ഇപ്പോൾ വേണ്ട നമ്മുടെ രണ്ടാമത്തെ ബാച്ച് നന്നായിട്ട് ഫ്രൈ ആയി വന്നു. ഈ കളറിൽ വേണം നമുക്ക് കോരി മാറ്റാനായിട്ട്. അതിനുശേഷം വേണ്ട നമ്മൾ ആ എണ്ണയ്ക്കകത്തോട്ട് തന്നെ കാഷ്നട്ട് ഇട്ട് കൊടുക്കുകയാണ്. അതും കൂടെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ അത് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിതും ഒന്ന് കോരി മാറ്റാം. അതുപോലെ തന്നെ നമ്മൾ കുറച്ച് കിസ്മിസും എടുത്ത് വെച്ചിട്ടുണ്ട്. അതും കൂടെ ഞാനൊന്ന് ഇട്ട് കൊടുത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണേ. അതും ഒന്ന് കോരി മാറ്റാം. ഇനി നമുക്ക് ആ വെളിച്ചെണ്ണയ്ക്കകത്തോട്ട് തന്നെ നമുക്ക് നമ്മൾ കറി വെക്കാനുള്ള സവോള ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതൊന്ന് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് വേണം ഒന്ന് വഴറ്റിയെടുക്കാനായിട്ടേ. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഞാൻ ഈ സമയം കൊണ്ട് ഇതൊന്ന് വഴന്ന് വരാനായിട്ട് മൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ സമയം കൊണ്ട് നമുക്ക് അരി എടുത്ത് വെക്കാം. 2 കപ്പ് ബസുമതി റൈസാണ്, സെല്ല ബസുമതി റൈസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നമുക്കിത് നന്നായിട്ട് കഴിയുന്നതിന് ശേഷം ഒരു 10 മിനിറ്റ് ഒന്ന് വെള്ളത്തിലൊന്ന് കുതിർത്ത് വെച്ചാൽ മതിയേ. അപ്പോൾ അതൊന്ന് ചെയ്യാം. ആ സമയത്ത് നമ്മുടെ സവോള മൂടി വെച്ചിരിക്കുന്നത് ഒന്ന് തുറന്ന് നോക്കാം. തുറന്ന് നോക്കിയപ്പോഴത്തേന് ഏകദേശം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ ചതച്ച് വെച്ചിട്ടില്ലേ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും, അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ പച്ചമണം മാറി വരുന്നവരെ നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് ഇളക്കി എടുക്കണം. ആ എണ്ണയ്ക്കകത്ത് സവോളയ്ക്കകത്ത് കിടന്ന് നന്നായിട്ട് ഇതൊന്ന് അതിൻ്റെ സ്മെല്ലൊക്കെ ഒന്ന് മാറി നല്ലൊരു മൂത്ത മണം വരുന്ന പോലെ വരണം. ആ സമയത്ത് നമുക്കിതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാൻ 1.5 തക്കാളിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ അരിഞ്ഞപ്പോൾ കുറച്ച് വലുതായിപ്പോൾ. ഇച്ചിരിയും കൂടെ ചെറുതായിട്ട് അരിയുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇത് വഴന്ന് കിട്ടും. അപ്പോൾ ഞാൻ ഇച്ചിരി വലുതായിട്ടാണ് അരിഞ്ഞത്. അപ്പോൾ അരിയുമ്പം പ്രത്യേകം ശ്രദ്ധിക്കണം, ചെറുതായിട്ട് അരിയാൻ ശ്രദ്ധിക്കണം. ഇതിപ്പോൾ എനിക്ക് അബദ്ധം പറ്റിപ്പോയതാണ്. ഇട്ട് കഴിഞ്ഞപ്പോഴാണ് പിന്നെ എനിക്ക് മനസ്സിലായത്. അപ്പോൾ വേണ്ട ഞാൻ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഇതും ഒന്ന് തട്ടിപ്പൊത്തി വെച്ച് നമുക്കിതിൻ്റെ ഒന്ന് മൂടി വെച്ച് ഒന്ന് ആവിക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം.
ഒരു 10-15 മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. തുറന്ന് നോക്കിയപ്പോൾ തേണ്ട നമ്മുടെ തക്കാളിയൊക്കെ ഉടഞ്ഞ് വന്നിട്ടുണ്ട്. പോരാത്തത് ഞാൻ തവി കൊണ്ടൊന്ന് ഉടച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം. അപ്പം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് പിന്നെ ഞാൻ ഇതിലേക്ക് മല്ലിപ്പൊടി ഒരു 1/2 ടീസ്പൂണോളം, ഒരു 1/4 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിപ്പൊടി ചേർത്ത് കൊടുത്ത എനിക്കത് ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇല്ലേലും പ്രശ്നമില്ല. പിന്നെ നമ്മളിതിലേക്ക് ഒരു 1.5 ടീസ്പൂണോളം ബിരിയാണി മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമുക്ക് മുളക് പൊടിയൊന്നും ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ കുരുമുളകും ചേർത്തിട്ടുണ്ട്, അതുപോലെ തന്നെ പച്ചമുളകും ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് അതൊന്നും വേണ്ട. അപ്പോൾ നന്നായിട്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട ഒരു 1.5 ടീസ്പൂണോളം തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ തൈരുമായിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് പുതിനയിലയും മല്ലിയിലയും ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുവാണ്. ഞാൻ മൊത്തത്തിൽ ചേർത്ത് കൊടുത്തിട്ടില്ല, കുറച്ച് വെച്ചിട്ട് നമുക്ക് ഗാർണിഷ് ചെയ്യാനുള്ള മാറ്റി വെച്ചിട്ടാണ് പിന്നെ എടുത്ത് വെച്ചിരിക്കുന്നത്. രണ്ടും ഇട്ട് കൊടുത്തിട്ടുണ്ട്. മല്ലിയിലയാണ് കുറച്ച് കൂടുതൽ ഇട്ട് കൊടുത്തിരിക്കുന്നത്, പുതിനയില കുറച്ചേ ഇട്ട് കൊടുത്തിട്ടുള്ളേ. അപ്പോൾ അതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുവാണ്. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ബീഫില്ലേ, അത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ അതും കൂടി ഒന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കുവാണേ. ഇനി ഇത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് ബീഫിൻ്റെ സ്റ്റോക്കും കൂടെ ഇല്ലേ, അതും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് നമുക്ക് ഇതിന് കിട്ടുന്നത്. സത്യത്തിൽ ബീഫ് വെന്ത് കഴിഞ്ഞ് ബീഫ് തന്നെ കോരിയിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് കിട്ടത്തില്ല. അതിൻ്റെ ആ സ്റ്റോക്കും കൂടെ വെച്ചാലേ ഉള്ളൂ നമുക്ക് നല്ല ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ഇനി ഞാൻ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുവാണ്. ഇനിയാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. ഇത് ചേർത്ത് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ അതേണ്ടേ നമ്മൾ ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന കുറച്ച് സവോളയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഇത് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഈ ബീഫിനും, അതുപോലെ തന്നെ നമ്മുടെ ബിരിയാണിക്ക് സൂപ്പർ ഒരു ടേസ്റ്റാണ്. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്കിത് മൂടി വെച്ച് ചെറുതീയിൽ ഒന്ന് പറ്റിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് ഇത് ഈ അടുപ്പിൽ നിന്നും വേറെ ചെറിയ അടുപ്പിലോട്ട് മാറ്റി വെച്ച് കൊടുക്കാം. മാറ്റിയതിന് ശേഷം നമുക്ക് റൈസ് നമുക്ക് ഈ അടുപ്പിൽ വെച്ച് ഒന്ന് റെഡിയാക്കണം. അതിനായിട്ട് ഞാനിപ്പോൾ ഇതൊന്ന് മാറ്റി വെക്കുവാണേ. അപ്പോൾ വേണ്ട റൈസ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ വേണ്ട ഇവിടെ ഒരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. റൈസൊക്കെ വെക്കുമ്പോൾ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അതാണ് ഒരു പ്രത്യേക ടേസ്റ്റ്. അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളിപ്പോഴാണ് നെയ്യ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതും കൂടെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ കുറച്ച് സവോള ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. സവോളയൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്, നമ്മൾ അരി കഴുകി വാലാൻ വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുവാണ്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, വല്ലാതെ അങ്ങ് ഇളക്കി കുത്തി പൊട്ടിച്ച് കളയരുത്. അരി നൈസായിട്ട് ഇതുപോലെ തന്നെ ഇളക്കി കൊടുത്ത് നമുക്ക് അതിൻ്റെ ആ ഒരു വെള്ളമയം ചെറുതായിട്ടൊന്ന് മാറുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. അതിന് ശേഷം നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം അനുസരിച്ചാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം 3 കപ്പ് വെള്ളം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഞാൻ തിളപ്പിച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട് വെച്ചില്ലായിരുന്നു. തിളപ്പിച്ച വെള്ളമില്ലായിരുന്നു, ഞാൻ പച്ചവെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പുപൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പുപൊടി ചേർത്ത് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാവുള്ളൂ. ഉപ്പ് പോരെങ്കിൽ നമുക്ക് പിന്നെ ഇട്ട് കൊടുക്കാം. കൂടിക്കഴിഞ്ഞാൽ പിന്നെ അത് നടക്കത്തില്ല. അത് കാരണം എനിക്കൊരു അബദ്ധം നേരത്തെ പറ്റിയിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പുപൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതിന് ശേഷം ഞാനിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരമുറി നാരങ്ങാ നീരും കൂടെ ഒന്ന് പിഴിഞ്ഞൊഴിക്കണം. അപ്പോഴത്തേക്കിന് നമ്മുടെ ചോറ് ഒന്നിനൊന്നും ഒട്ടിപ്പിടിക്കാതെ അതുപോലെ തന്നെ നല്ല കളറുള്ളതായിട്ട് കിട്ടും. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മല്ലിയിലയും പുതിനയിലയും കുറച്ചും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് മൂടി വെച്ച് ഇതൊരു ഹൈ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ അത് തിളയ്ക്കാൻ വെച്ച സമയം കൊണ്ട് വേണ്ട നമ്മുടെ ബീഫ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അടിപൊളി ഒരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂണോളം നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ചേർത്തുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി, ഇല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം. ഇത് ചേർത്ത് കൊടുത്തില്ലെങ്കിലും നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ അതൊന്ന് റെഡിയായി വന്നിട്ടുണ്ട്. നമുക്ക് ഇത് ഇനി തീ ഓഫാക്കി കൊടുക്കാം. അപ്പോൾ ഒരു 5 മിനിറ്റിന് ശേഷം ഞാൻ തുറന്ന് നോക്കിയപ്പോൾ നമ്മളുടെ
അരി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ ഇതിലേക്ക് ഇനി ചേർത്ത് കൊടുക്കാൻ പോകുന്ന ബീഫിൻ്റെ ഗ്രേവിയാണ്. നമ്മൾ കറി വെച്ച ബീഫിൽ നിന്ന് കുറച്ച് ഗ്രേവി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുവാണ്. അപ്പോൾ ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ റൈസിന് നല്ലൊരു ടേസ്റ്റാണ്. ഇങ്ങനെ ഇത് ചേർത്ത് കൊടുക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് പട്ടയും ഗ്രാമ്പും ഏലക്കയും ഒന്നും ചേർത്ത് കൊടുക്കാഞ്ഞത്. ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മളതൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ ഇതിങ്ങനെ ചെയ്യുന്നുണ്ട്. ഇതിങ്ങനെ ചെയ്യാത്തവർ മാത്രം പട്ടയും ഗ്രാമ്പും ഏലക്കയും ഇട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേന് പിന്നെയും ചോറിന് ഭയങ്കര ഒരു കുത്തൽ തോന്നിക്കും. അതുകൊണ്ടാണ് പിന്നെ ഞാനിങ്ങനെ അതിട്ട് കൊടുക്കാഞ്ഞത്. അപ്പോൾ നമുക്കിതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് പിന്നെ ലോ ഫ്ലെയിമിലിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വറ്റിച്ച് വേവിച്ചെടുക്കണം. അപ്പം ഞാനതൊന്ന് മൂടി വെച്ച് കൊടുക്കാൻ പോവാം. ഇനി ഒരു 15 മിനിറ്റിന് ശേഷം തേണ്ട നമ്മുടെ ചോറ് നന്നായിട്ട് റെഡിയായി വന്നിട്ട് അത് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ദം ചെയ്യാം. അതിനായിട്ട് തേണ്ട ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് തന്നെ നമ്മൾ ബീഫിൻ്റെ അത് നിരത്തി കൊടുക്കുവാണ്. ആ ഫസ്റ്റ് ലെയർ മാത്രമേ നമ്മൾ ബീഫ് വെച്ച് കൊടുക്കുന്നുള്ളൂ, ബാക്കി നമ്മൾ വെച്ച് കൊടുക്കുന്നില്ല. അപ്പോൾ ആദ്യത്തെ ഫസ്റ്റ് ലെയർ ഞാനൊന്ന് ഫില്ല് ചെയ്യുവാണ്. അതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മളുടെ ചോറ് ഇട്ട് കൊടുക്കാം. ചോറിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് നേരത്തെ നമുക്ക് തവി കൊണ്ടൊന്ന് ഇതാക്കി കൊടുക്കാം. എല്ലാ സ്ഥലത്തും ഒന്ന് ഫില്ല് ചെയ്തെടുക്കാം. അതിന് ശേഷം നമുക്കിതൊന്ന് അമർത്തി കൊടുക്കാം. ഇതേ രീതിയിൽ ഒന്ന് നിരപ്പാക്കി എടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമ്മൾ ബാക്കി ഗാർണിഷ് ചെയ്യാൻ വെച്ചിരിക്കുന്ന നമ്മളുടെ സവോള ചേർത്ത് കൊടുക്കുന്നു. സവോള ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മളുടെ പുതിനയിലയും മല്ലിയിലയും കുറച്ചിരിപ്പുണ്ട്, അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നമ്മളുടെ കിസ്മിസും അണ്ടിപ്പരിപ്പും വറുത്തതാണ്. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമ്മളുടെ ബിരിയാണി മൂടി വെച്ച് ചെറുതീയിൽ ഒരു 10-15 മിനിറ്റ് നമുക്ക് ദം ചെയ്തെടുക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിതൊന്ന് ദം ചെയ്യാനായിട്ട് വെച്ച് കൊടുക്കുകയാണ്. തീ കത്തിച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴത്തെ നമ്മളുടെ അടിപൊളി ആയിട്ടുള്ള ബിരിയാണി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. പക്ഷേ ഞാൻ ഒന്ന് മിക്സ് ചെയ്ത് പോയി. ആദ്യത്തെ ഇത് എടുക്കാനായിട്ട് മറന്നുപോയി, വീഡിയോ ഓണാക്കിയില്ലായിരുന്നു. മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഓർത്തത്. പിന്നെ ഞാൻ പെട്ടെന്ന് വീഡിയോ എടുത്താണ്. അപ്പോൾ ഒന്നൊന്ന് തൊടാത്ത ചോറും നല്ല അടിപൊളിയായിട്ട് വന്ന് നല്ലൊരു മണവും നല്ലൊരു ടേസ്റ്റുമാണ് ഇതിന്. അപ്പോൾ ഇങ്ങനെ തയ്യാറാക്കാത്തവർ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെടും. അപ്പം നമ്മളുടെ ബിരിയാണി നമ്മളൊരു പാത്രത്തിലേക്ക് വിളമ്പുവാണേ. അപ്പം നല്ല അടിപൊളി മണമാണ് വരുന്നത്. അപ്പോൾ ഇതുപോലെ ബിരിയാണി തയ്യാറാക്കിയെടുക്കാത്തവരൊന്ന് തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പം ബീഫ് മേടിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം, നല്ല ബീഫായിരിക്കണം. അതുപോലെ കുറച്ച് കൊഴുപ്പുള്ള ബീഫ് എടുക്കുവാണെങ്കിൽ ഒന്നുകൂടെ നല്ലതാണേ. അപ്പം ഞാൻ ചോറ് കുറച്ച് കുറവായിരുന്നു, ബീഫ് ആയിരുന്നു കൂടുതൽ. അതുകൊണ്ട് ഞാൻ മൊത്തം ഇട്ട് ദം ചെയ്തില്ല, കുറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് അത്യാവശ്യം ഉണ്ടെങ്കിൽ കുറച്ച് വെക്കാമെന്ന് വിചാരിച്ച് ഞാനിത് കുറച്ച് പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളുടെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇതുപോലുള്ള വ്ളോഗ്സും കുക്കിംഗ് വീഡിയോസും ഒക്കെ ആയിട്ട് വരുന്നവരെല്ലാവർക്കും താങ്ക് യു.